ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നാണ് സ്നേഹിയുടെയും ധനുഷിൻ്റെയും വിവാഹം, അതും വീട്ടിലെ പൂജാമുറിയിൽ വെച്ച്. അവിടെ ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നുണ്ട്. സന്ദീപിൻ്റെയും നന്ദൻ്റെയും അനുഗ്രഹം വാങ്ങാനും ദക്ഷിണ കൊടുക്കാനും സ്നേഹ അവരുടെ അടുത്തേക്ക് പോയിരുന്നു. എന്നാൽ അവർ വഴക്ക് പറഞ്ഞ് അവരൊന്നും മൈൻഡ് പോലും ചെയ്യാതെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ മുറിയിലേക്ക് വന്ന് സ്നേഹ നിൽക്കുന്നുണ്ട്. ഈ സങ്കടങ്ങളെല്ലാം സ്നേഹ കരഞ്ഞുകൊണ്ട് അർച്ചനയോട് പറയുന്നു. ഈ സമയം സേതു മുറിയിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. എന്താ കരയുന്നത്, എന്തിനാ കരയുന്നത് എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ നന്ദേട്ടനും സന്ദീപും ദക്ഷിണയും കൊണ്ട് ചെന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. അത് സാരമില്ല, പോട്ടെ, ഇത് അച്ഛൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അർച്ചന ഇത് മോളുടെ കഴുത്തിൽ കൊടുക്കുക എന്ന് സേതു പറയുന്നു. ആഭരണമായിരുന്നു. അർച്ചന അത് സ്നേഹയുടെ കഴുത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു നെക്ലസ് ആയിരുന്നു അത്. ഇന്ന് ആര് ദക്ഷിണ വാങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ചടങ്ങിന് നിങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ മതി എന്ന് അർച്ചന അവിടേക്ക് ആതിരയും അനഘയും വന്നു. ഇത് പുതിയ നെക്ലേസ് ആണോ എന്ന് ആതിര ചോദിക്കുന്നു. കൊള്ളാലോ എന്ന് ആതിര പറയുമ്പോൾ അച്ഛൻ്റെ സമ്മാനമാണ് എന്ന് സ്നേഹ പറയുന്നുണ്ട്. അത് നന്നായി. അച്ഛാ, നന്ദേട്ടനും സന്ദീപും കൂടി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് ആതിര പറയുന്നു. അവരോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് സേതു പോകുന്നുണ്ട്. ഇത് ഏട്ടത്തിയും സച്ചേട്ടനും കൂടി വാങ്ങിയ സാരിയല്ലേ, നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആതിര പറയുന്നുണ്ട് സ്നേഹയോട്. ബാക്കി ഓർണമെന്റ്സ് ഒക്കെ എടുക്കുക എന്ന് അനഘയോട് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ ബാക്കിയൊക്കെ ഇട്ട് സ്നേഹയെ ഒരുക്കുകയാണ് എല്ലാവരും കൂടി. നന്ദനും സന്ദീപും പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നന്ദ എന്ന് വിളിച്ച് സേതു അവർക്ക് അരികിലേക്ക് വന്നു. നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഉറപ്പാണോ എന്ന് സേതു ചോദിച്ചു. നന്ദേട്ടന്റെ തീരുമാനം തന്നെയാണ് എന്റെയും തീരുമാനം എന്ന് സന്ദീപ്. അച്ഛന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് എന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു. എങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ നിന്നാ പോരെ, നിങ്ങളിങ്ങനെ പിണങ്ങിപ്പോയാൽ അത് മോൾക്ക് വിഷമമാകും എന്ന് സേതു പറയുമ്പോൾ അത് എന്താ പിണങ്ങിപ്പോയെന്ന് അച്ഛൻ മോളോട് ചോദിച്ചു നോക്കും എനിക്ക് നന്ദൻ. അച്ഛൻ ഞങ്ങൾക്ക് ഓഫീസിൽ ജോലിയുണ്ട് എന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നുണ്ട്. ഞാൻ കാണാത്ത ഓഫീസിലാണോ നീ ഇരിക്കുന്നത്? അച്ഛാ, നന്ദേട്ടൻ പറഞ്ഞല്ലോ അച്ഛന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങൾക്ക് അതിലൊരു തടസ്സമില്ല. അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലും ഇല്ല ഞങ്ങള്. മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പകരമാകില്ല എന്ന് സേതു പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാൽ അച്ഛൻ്റെ ആഗ്രഹം പലതും നടക്കില്ല അച്ഛാ, അതിനേക്കാൾ നല്ലത് ഞങ്ങൾ പോകുന്നതാ എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അല്ല, അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം നടത്താൻ കാത്തിരുന്നവരാണ് നമ്മൾ. ആ സമയത്ത് അവൾ നമ്മളെ ധിക്കരിച്ചു പോയി. അന്ന് അവൾക്ക് ഞങ്ങളെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ അവളുടെ ആ ഒരു ദോഷം മാറാൻ അച്ഛൻ വീണ്ടും ആ ചടങ്ങ് നടത്തുന്നു, ഞങ്ങൾ ഇല്ലാതെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ സേതു പറയുന്നുണ്ട്. നിങ്ങളെ പോലെ തന്നെയല്ലേ സച്ചി, എന്നിട്ട് അവനും പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ ഈ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ട്. എങ്കിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ കുടുംബസ്നേഹികളല്ല എന്ന് അച്ഛൻ വിചാരിച്ചോളൂ. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അച്ഛനെ എതിർക്കുന്നതും നിഷേധിക്കുന്നതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചത്. അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ സന്ദീപേ, വാ എന്ന് പറഞ്ഞ് നന്ദനും സന്ദീപും മുടന്നുപോയി. തുടർന്ന് ധനുഷ് ഒരുങ്ങുകയാണ് കല്യാണത്തിനായിട്ട്. അവന്റെ അവിടേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിന്റെ തലയിൽ കയറിയിട്ടില്ലല്ലേ? ഇത് കേട്ട് ധനുഷ് പറയുന്നു, നിനക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞു. വെറുതെ എന്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കരുത്. എന്നെ നിനക്കറിയാലോ, ഒരു പരിധി കഴിഞ്ഞാൽ എന്റെ നിയന്ത്രണം വിട്ടു പോകുമെന്ന് ധനുഷ്. നിന്നോട് ഇവിടുന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാ ഈ നാടകം? ഒരിക്കൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ? ഇത് അർച്ചനയുടെ പ്ലാൻ ആണെന്ന് നിനക്കെന്താ മനസ്സിലാവാത്തത് എന്ന് അവന്റെ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. ആരുടെ കാര്യമായാലും ഇത്, ആരുടെ പ്ലാൻ ആയാലും ഇത് നല്ല കാര്യമാണ്. നെല്ലിശ്ശേരിയിലെ പൂജാമുറിയിൽ വെച്ച് ഞാൻ ഒരിക്കൽ കൂടി സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. എന്നാൽ സേതു സാറിന്റെ മരുമകൻ എന്ന സ്ഥാനം എനിക്കിവിടെ ഉറയ്ക്കും. ഇത് കേൾക്കുമ്പോൾ അവന്റെ പറയുന്നുണ്ട്, എന്നെ ചലിച്ചിട്ട് സേതുമാധവന്റെ മരുമകനായി എന്റെ മുന്നിൽ തന്നെ ഞെളിഞ്ഞു നിൽക്കാമെന്നാണോ നീ വിചാരിക്കുന്നത്? അവന്റെ ഇനിയെങ്കിലും നീ നന്നാവും എന്നാണ് എന്റെ പ്രതീക്ഷ. പഴയതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നീ തടസ്സം നിൽക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് ധനുഷ്. അതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാണ് എന്ന് അവനൊക്കെ പറയുകയും ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂട്ടാക്കാതെ ധനുഷ് വീണ്ടും കല്യാണത്തിനായി ഒരുങ്ങുന്നുണ്ട്. ഇതേസമയം താഴെ സ്നേഹ എല്ലാവരും കൂടി കൊണ്ടുവരുന്നുണ്ട്. അർച്ചനയും ആതിരയും അനഘയും എല്ലാവരും കൂടി അണിയിച്ചൊരുക്കി കൊണ്ടുവരുമ്പോൾ സ്നേഹ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സേതു. അവന്റെയും അവിടേക്ക് വന്നു. ധനുഷിനെയും കൂട്ടിക്കൊണ്ടുവരികയാണ് സച്ചി. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് അവന്തിക. അവന്തികയുടെ മുഖത്തേക്ക് ധനുഷ് നോക്കുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അത് കാട്ടാതെ എല്ലാവരുടെയും മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് ധനുഷ്. തിരുമേനിയോട് സമയമായി തുടങ്ങാമെന്ന് സേതു. തിരുമേനി ആരതിയുമായി അവിടേക്ക് വന്നു. രണ്ടുപേരും ചേർന്ന് നിന്നോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഒന്നിച്ച് ആരതി ഒഴിയുകയാണ് തിരുമേനി.
പിന്നെ താലിയുമായി വന്നിട്ട് ഇത് കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാനായി തിരുമേനി പറയുന്നു. രണ്ടുപേരും അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ അർച്ചന അവരോട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സ്നേഹയും ധനുഷും അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. രണ്ടുപേരും ഏട്ടന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനും പറയുന്നു. അങ്ങനെ സച്ചിയുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അർച്ചനയുടെയും അനുഗ്രഹം രണ്ടുപേരും വാങ്ങുന്നു. അവന്തികയ്ക്ക് ഒരു കൈകൂപ്പൽ മാത്രമാണ്. അവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നില്ലവർ. തിരുമേനിയോട് താലി കൊടുക്കാൻ പറയുന്നുണ്ട് സേതു. അങ്ങനെ തിരുമേനി താലി ധനുഷിന്റെ കയ്യിൽ കൊടുക്കുന്നു. തിരുമേനി താലി എടുത്തതും പെട്ടെന്ന് ആരതി തട്ടിപ്പോകുന്നു. എല്ലാവരും അത് കണ്ട് ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. നിലവിളക്ക് താഴേക്ക് വീണു. അപശകുനമാണല്ലോ കണ്ടത്. താലി കെട്ടാൻ പോകുന്ന നിലവിളക്ക് താഴേക്ക് വീഴുന്നത് അശുഭമല്ലേ തിരുമേനി എന്ന് അവന്തിക. ഈ ചടങ്ങ് മാറ്റി വെക്കുന്നതല്ലേ നല്ലത്. ഒരിക്കൽ തെറ്റിയ മുഹൂർത്തം ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് അവന്തിക പറയുമ്പോൾ തിരുമേനി പറയുന്നു, ഇത് അപശകുനമല്ല. ഞാൻ നേരത്തെ നിലവിളക്ക് വെച്ചത് ശരിയായില്ല. അപ്പോൾ തന്നെ അത് വീഴേണ്ടതായിരുന്നു. ഇപ്പോൾ എന്റെ കൈകൊണ്ട് തട്ടിയപ്പോൾ അത് വീണതാണ്. അല്ലാതെ മുഹൂർത്തത്തിന് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് ശരിയാക്കാം എന്നും അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമായി. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ. അബദ്ധത്തിൽ സംഭവിക്കുന്നതും അപശകുനം കൊണ്ട് സംഭവിക്കുന്നതും വേറെയാണ്. ചടങ്ങ് മാറ്റിവെച്ചതിൽ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ. ഇനി താമസിപ്പിക്കേണ്ടല്ലേ തിരുമേനി എന്ന് സേതു. പിന്നെ അല്ലാതെ താൻ ധൈര്യമായിട്ട് താലികെട്ട് എല്ലാം ശുഭമാകും എന്ന് തിരുമേനി. അവന്റെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ധനുഷ് സ്നേഹിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടി. എല്ലാവരും അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. പരസ്പരം മാലയും ഇടുന്നു. മുറിയിലെത്തിയ അവന്തിക വളരെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ അർച്ചന വന്നിരിക്കുന്നു. അർച്ചന വന്നിരിക്കുന്നത് വളരെ ഒരു അഹങ്കാരത്തോടെ തന്നെ. നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് ഇപ്പോൾ എന്തായി? അവരുടെ കല്യാണത്തിന്റെ ചടങ്ങ് നടക്കാണ്. അത് സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലായി എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു, മരുന്നിന്റെ പരിഹാസം നിർത്തിക്കോ. എന്നെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടാകും. അത് വെറുതെയാണ്. അതിന് അധികം വയസ്സില്ല. വെല്ലുവിളിച്ച് തോറ്റുപോകുന്നവരുടെ ആശ്വാസം മാത്രമാണ് നീ ഇപ്പോൾ പറയുന്നത്. അവർ രണ്ടുപേരും നല്ല അന്തസ്സായിട്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ജീവിക്കുമെന്ന് അർച്ചന. എങ്കിലും നിനക്ക് തെറ്റിപ്പോയി. അവന്റെ യഥാർത്ഥ രൂപം ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവന്തിക. അത് ശരിയായിരിക്കും. അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിനക്കാണല്ലോ. പക്ഷേ നിനക്കറിയാത്ത ഒന്ന് എനിക്കറിയാം. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഒരുമിച്ച് ജീവിക്കാനുള്ള മനപ്പൊരുത്തവും ഇഴയെടുപ്പവും അവർക്കുണ്ട്. ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്നപ്പോൾ ഞാനത് മനസ്സിലാക്കിയവളാണ്. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ ഞാൻ മുൻകൈ എടുത്തതും എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു, അവളെടുത്ത് മടിയിൽ വെച്ചത് തീക്കനലിനെയാണെന്ന് അവൾക്ക് താമസിയാതെ മനസ്സിലായിക്കോളും. ഈ സന്തോഷമെല്ലാം അന്ന് അവസാനിച്ചോളും എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കാണാൻ പോകുന്ന പൂരം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവളുടെ ജീവിതം കത്തി എരിയാനാണ് പോകുന്നത്. ഇനി ഇവളുടെ ജീവിതത്തിൽ അങ്ങോട്ട് നടക്കാൻ പോകുന്നതിനൊക്കെ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ആ ജോത്സ്യൻ പറഞ്ഞതാണ് ശരി. അശുഭമായ സമയത്ത് താലി കെട്ടിയവരാണ് അവർ. അത് അധിക നാള് നീണ്ടു നിൽക്കില്ല. അതിന്റെ സൂചനയാണ് ഇപ്പോൾ വീണ്ടും കണ്ടത്. പൂജാമുറിയിൽ വിളക്ക് വീണത് നല്ല സൂചനയാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു വിളക്ക് വീണത് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അവരുടെ സ്നേഹം ഇല്ലാതായി പോവത്തുമില്ല. അവർ വേർപിരിയത്തുമില്ല. നിങ്ങൾ കരുതുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ധനുഷ്. അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജീവിതത്തിലെ ഏത് കടമ്പ കടക്കാനും അവരുടെ മനപ്പൊരുത്തം തന്നെ ധാരാളമാണ്. അവരുടെ ചടങ്ങ് തീർന്നിട്ടില്ലെന്ന് പറയുന്നു. അതിന് ഞാൻ എന്ത് വേണമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നിങ്ങൾ വന്നത് കാണണം. മനസ്സ് തുറന്ന് അവരെ അനുഗ്രഹിക്കുകയും വേണം. ഇതിനു മുന്നേ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്തായാലും അത് ഇനി മായ്ച്ചു കളയണം. ഇന്നു മുതൽ അവരൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അവർക്കിടയിൽ നിങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതത്തിനും കൂടിയുള്ള അവസാനമായിരിക്കും. അത് മറക്കണ്ട എന്ന് അർച്ചന. നിന്റെ ഭീഷണി എന്നോട് വേണ്ട. നെല്ലിശ്ശേരിയിലെ എന്റെ ജീവിതം എവിടെ വരെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവനെയും എന്നെയും കുറിച്ചുള്ള ചില കാര്യങ്ങൾ നീ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയാം. എന്നാലേ നീ അറിയാത്ത പലതും ഉണ്ട്. ഒരിക്കൽ നീ അത് അറിയും. ഇപ്പോൾ നീ ചെയ്തതോർത്ത് അപ്പോൾ നീ പശ്ചാത്തപിക്കും. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. വേണമെങ്കിൽ നിനക്കിതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. സ്നേഹിയുടെയും ധനുഷിന്റെയും ജീവിതം ഒരു പരാജയമായിരിക്കും. അവനെ നേരെയാക്കാൻ ഒരിക്കലും അവൾക്ക് കഴിയില്ലെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു പെണ്ണ് വിചാരിച്ചാൽ നേരെയാക്കാൻ കഴിയാത്ത ഒരാണും ഈ ലോകത്തില്ല. എത്ര ദുഷ്ടരായാലും സ്നേഹപൂർവമായ പെണ്ണിന്റെ വാക്കിൽ അല്ലെങ്കിൽ ഒരു തലോടലിൽ അവൻ കീഴടങ്ങിയിരിക്കും. പിന്നെ ഇപ്പോൾ അവർ ജീവിച്ച് തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. നാളെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ആ കുഞ്ഞുങ്ങൾ വളരുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകും. അവർ അച്ഛനും അമ്മയുമാകും. അതോടെ അവർ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ നിമിഷം മുതൽ അവൻ സ്നേഹയുടെ ഭർത്താവ് മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകനും കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ താഴെയല്ല, നിങ്ങളെക്കാൾ ഒരു പടി മുകളിലാണ് അവന്റെ സ്ഥാനം. അത് മനസ്സിലാകണമെങ്കിൽ അത് നടക്കുന്ന ആ ചടങ്ങ് കാണാം. അവിടെ നടക്കുന്ന ചടങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവന്തികയെ നിർബന്ധപൂർവ്വം അർച്ചന അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്ക്, എന്നിട്ട് ആ കാഴ്ച കണ്ണിറയെ കാണ് എന്നൊക്കെ പറയും. ഈ സമയം ധനുഷ് സ്നേഹിയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു കൊടുക്കുകയായിരുന്നു. ദേഷ്യത്തോടെയാണ് അവന്തിക അത് കാണുന്നത്. അവന്തികയെ സേതു അരികിലേക്ക് വിളിക്കുന്നു.
എടുത്തിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയില്ലല്ലോ. അവന്തിക എടുത്തിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവന്തിക എടുത്തിയുടെ അനുഗ്രഹമാണ് എന്ന് അർച്ചന പറയും. ഈ വീട്ടിലെ മൂത്ത മരുമകൾ അവന്തിക എടുത്തി അല്ലേ എന്നും അർച്ചന പറയുമ്പോൾ സ്നേഹ അവന്തികയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ തുടങ്ങുമ്പോൾ അവന്തിക പിന്നിലേക്ക് പോകുന്നു. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, കാലഹരണപ്പെട്ട ആചാരങ്ങളാണ് ഇതൊക്കെ എന്ന് അവന്തിക പറയുന്നുണ്ട്. പലതും കാലഹരണപ്പെട്ടതാണ്, ഉപേക്ഷിക്കാൻ സമയമായി എന്ന് അർച്ചന പറയുന്നു. എല്ലാവർക്കും ജ്യൂസുമായി ആതിര അവിടേക്ക് വരുന്നു. ദാ ഈ ജ്യൂസ് കുടിക്കും, നിങ്ങളുടെ മനസ്സ് നല്ല ചൂടായിരിക്കും, ഇത് അങ്ങോട്ട് ചെന്നാൽ നന്നായി തണുത്തോളും എന്ന് അർച്ചന പറയുന്നു. എന്നാൽ ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആഘോഷങ്ങളൊന്നും വേണ്ടത് ജോത്സൻ പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ മോളുടെ കല്യാണം അച്ഛൻ ഗംഭീരമായി നടത്തുമായിരുന്നു എന്ന് സേതു പറയുന്നു. അച്ഛൻ്റെ അനുഗ്രഹത്തേക്കാൾ വലുതായിട്ട് ഇവർക്ക് എന്താണ് വേണ്ടത് എന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു, മോള് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നടക്കില്ലായിരുന്നു. സ്നേഹ അർച്ചനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ തന്നെ. നിന്റെ ജീവിതത്തിലെ സന്തോഷം കാണുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം എന്ന് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.